ഇവിടെ നമ്മൾ ഇത്രയും വന്നു. ഇത്രയും വന്നതിന് ശേഷം ജസ്റ്റ് ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഡബ്ല്യു അടിക്കുക. ഡബ്ല്യു അടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് ഒരെണ്ണം അല്ലേ? ജസ്റ്റ് ഡബ്ല്യു പ്രസ് ചെയ്തിട്ട് തന്നെ താഴത്തേക്കൂടെ സാധിക്കും. ഡൗട്ട് ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഈ സ്പേസ് കളഞ്ഞിട്ട് ഈ സ്പേസ് ചെയ്യാം. കാണിച്ചു തരും. ജസ്റ്റ് ഓർമ്മ കാണിച്ചു തരാം. ഇത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് എഡ്ജ് മോഡിലേക്ക് വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം? റിഡ്ജ് കൊടുക്കും. അപ്പൊ എന്തായി? ഇങ്ങനെ വളഞ്ഞേ വരുള്ളൂ. അപ്പൊ അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ. കാരണം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാന്ന് ഉദ്ദേശിച്ചത് വെർട്ടെക്സ് എടുക്കുക, ആർ അടിക്കുക, സോറി ഇ അടിക്കുക. ഇ അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം എഡ്ജസ് എടുക്കുക. ജസ്റ്റ് ഷിഫ്റ്റ് യൂസ് ചെയ്ത് എഡ്ജസ് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടൊരു പ്രശ്നം. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് കണക്ഷൻ കിട്ടാ പിരിഞ്ഞ വന്നേക്കാം അല്ലെ? അപ്പൊ പിരിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു വെക്കാം. എന്താ എടുക്കുക, അല്ലെങ്കിൽ എഡ്ജസ് എടുത്തിട്ട് ഒരു എഡ്ജസ് മാത്രം എടുത്തിട്ട് ജസ്റ്റ് എക്സ്ട്രൂഡ് കൊടുക്കുക. ഡബ്ല്യു പ്രസ് ചെയ്തിട്ട് താത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യണം? വെർട്ടെക്സ് എടുത്തിട്ട് ഇതിങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റും അല്ല വേണ്ടത്, അതെയോ? തിരിഞ്ഞല്ല വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ വെർട്ടെക്സിനെ എടുത്തിട്ട് വി പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് സ്നാപ്പ് ചെയ്യും. ഓക്കെ, ഇതും പ്രസ് ചെയ്തിട്ട് വി പ്രസ് ചെയ്തുകൊണ്ട് സ്നാപ്പ്, വി പ്രസ് ചെയ്തിട്ട് സ്നാപ്പ് ചെയ്യുക. വി പ്രസ് ചെയ്തിട്ട് സ്നാപ്പ്. ഓക്കെ, അപ്പൊ എന്തായി? അവിടെ കണക്ട് ചെയ്തായിട്ട് വരും. ജസ്റ്റ് വെർട്ടെക്സ് മോഡിലേക്ക് വന്നിട്ട് മറിച്ച് കൊടുക്കണം. മെഷീനകത്ത് വരിക, മറിച്ച് ടൂൾ ഉപയോഗിച്ച് മർജ് ചെയ്യാം. ഇതാണ് അതിന്റെ ടൂള് മർജ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, എവിടെ എടുത്താലും അവിടെ കണക്ട് ആയിട്ടിരിക്കും. പിന്നെ ജസ്റ്റ് ഡബ്ല്യു യൂസ് ചെയ്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് അവിടെ അല്ലേ? ഇതുപോലെ ഇപ്പുറത്തെ സൈഡ് ചെയ്യണമെന്നില്ല. എന്ത് ചെയ്യാം? ജസ്റ്റ് ഫീൽഡ് എടുത്ത് ഡ്രാഗ് ചെയ്യുക, ഡിലീറ്റ് വന്നിട്ട് എന്ത് ചെയ്യണം? മിറർ എടുത്ത് ജസ്റ്റ് സ്റ്റിക്ക് മോഡിലേക്ക് വരിക. ഇതിനെടുത്ത് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് മെഷീനകത്ത് വരിക. മെഷീനകത്ത് വരിക. മിറർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ ബോക്സിൽ പോയില്ല, എക്സ് മൈനസ് വാല്യൂലാണ്
ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെന്താ ഇത്ര അകന്നു പോയത്? ഇതിന്റെ സെൻട്രൽ പിവോട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. ജസ്റ്റ് അപ്ലൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പിവോട്ട് സെൻട്രലല്ല നിൽക്കുന്നു, അത് ജസ്റ്റ് മാറിയാണ് നിൽക്കുന്നത് അറിയാം. ജസ്റ്റ് മോഡിഫൈക്കകത്ത് പോവുക, സെൻട്രൽ പിവോട്ട് കൊടുക്കും, അപ്പം കറക്റ്റ് സെൻട്രലിലേക്ക് ആയിട്ട്. പക്ഷെ ഇതിന്റെ സെൻട്രലിലേക്ക് ആയിട്ട് ഇപ്പോഴത്തേക്കല്ല, ശരിയോ? ഇവിടെ ഞാൻ ഇപ്പം മിറർ അടിച്ചു കഴിഞ്ഞാല് ഇതിന്റെ അകത്ത് വരിക, മിറർ അടിച്ചു കഴിഞ്ഞാല് വരും. അത് അതിന്റെ സെൻട്രൽ പിവോട്ട് കണക്കാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഇതിനെ ഞാൻ ജസ്റ്റ് ടോപ്പ് വ്യൂയിലേക്ക് പോവുക, പുള്ളി പ്രസ് ചെയ്തിട്ട് ഡി പ്രസ് ചെയ്ത് വിളിക്കുന്നത് അതിന്റെ പിവോട്ട് പോയിന്റ് ഈ സെന്ററിലേക്കാണ്. ഓക്കെ, സെന്ററിലേക്ക് ആക്കി കൊടുത്തിട്ട് ഡിസ്റ്റൻസിന്റെ അകത്ത് വരിക, ബോക്സിൽ പോകും, ജസ്റ്റ് എന്തായി, നമുക്ക് അവിടെ ഒരു അപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എന്താണ് കാല് താഴത്തേക്ക് വരും, വേണ്ടേ? എന്ത്, ഈ കാല് താഴത്തേക്ക് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് വെർട്ടെക്സിനെ ഒന്നുകൂടെ നോക്കുക. ഈ വെർട്ടെക്സ് ഈ വെർട്ടെക്സ് സെലക്ട് ചെയ്യും. അപ്പോൾ ആ രണ്ട് വെർട്ടെക്സും ഫുൾട്ടായി അതിനുശേഷം ഡബ്ല്യു പ്രസ് ചെയ്തിട്ട് ഇതിനുള്ളിൽ ഓക്കെ അല്ലേ? ചെയ്യണോ? അതിനുശേഷം എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് താഴേക്ക് പോകണം അല്ലേ? ജസ്റ്റ് ഇവിടെ ഒരു സ്പേസ് വേണ്ട, നമുക്ക് കട്ട് സ്പേസ് ഉണ്ടോ? സ്പേസ് ഒന്നെങ്കിൽ നമുക്ക് അവിടെ എക്സ്ട്രൂഡിൽ താഴ്ന്നു, എന്താണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലെ സ്പേസ് ഒരെണ്ണം ആഡാണ്. അപ്പം ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ആഡാകാൻ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആഡാകും. എന്താ, ഇതിനുള്ളിൽ ഇൻസെർട്ട് വർക്കാവുന്നത് ട്രയാങ്കിൾസ് ആയിരുന്നു. ട്രയാങ്കിൾസിൽ ഇൻസെർട്ട് വർക്കാവും ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, ഇതിനെ ടോപ്പ് വ്യൂ പോവുക, ടോപ്പ് വ്യൂ പോയതിനു ശേഷം ജസ്റ്റ് ഇവിടെ ഇപ്പൊ കൂർത്ത് പോയിട്ടില്ല, ആ കൂർത്ത് പോയിരിക്കുന്നത് പിന്നെ കണ്ടതുകൊണ്ടാണ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, ഫേസ് എടുത്തിട്ട് ടോപ്പ് വ്യൂ വന്നിട്ട് അറേഞ്ച് ചെയ്യും. അവിടെ കൂർത്ത് ബാക്ക് വശം കൂർത്തിരിക്കുന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ടോപ്പ് വ്യൂ തന്നെ പോവുക, ഫേസ് മോഡ് എടുക്കുക, ഡ്രാഗ് സെലക്ട്. ഓക്കെ, ഫേസ് മോഡ് എടുത്ത് ഡ്രാഗ് സെലക്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ആ അടിയിലേക്കും താഴേക്കും നമുക്ക് ഇതല്ലാതെ നമുക്ക് ടോപ്പ് വ്യൂ തന്നെ പോകാതെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ചെയ്തിട്ട്